ഉണ്ടാവും. അപ്പോൾ ശാരീരിക ബന്ധത്തിൻ്റെ സമയത്ത് സംസാരിക്കാതെ ആർക്കാണോ തൻ്റെ ഇണയുടെ സ്നേഹം കിട്ടേണ്ടത് ആ കിട്ടേണ്ട വ്യക്തി മനസ്സിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്ർ ചൊല്ലുക. മനസ്സിൽ ചൊല്ലിയാൽ മതി, നാവുകൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല. ആ സമയത്ത് നാവുകൊണ്ടൊന്നും ഉച്ചരിക്കരുതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മനസ്സിൽ അവർ ചെയ്യേണ്ടത് യാ നാഫിയോ യാ നാഫിയോ യാ നാഫിയോ. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മുകളിൽ ഒന്നാണ് നാഫിയോ. ആ നാഫിയോ ഉപകാരം ചെയ്യുന്നവനർത്ഥം വരുന്ന യാ നാഫിയോ. ആ യാ നാഫിയോ യാ നാഫിയോ യാ നാഫിയോ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പരസ്പരം ബന്ധപ്പെടുന്ന സമയത്ത് മനസ്സിൽ അതായിരിക്കണം. മറ്റു ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് യാ നാഫിയോ യാ നാഫിയോ യാ നാഫിയോ യാ നാഫിയോ യാ നാഫിയോ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് മറ്റുള്ളവർ പറയേണ്ടതില്ല. ഇത് എൻ്റെ മനസ്സിൽ അത് പറയുന്നത് എൻ്റെ ഇണയോട് പറയേണ്ടതില്ല. ഞാനിങ്ങനെ ചൊല്ലിയിരുന്നു എന്നൊന്നും പറയണ്ട. മനസ്സിൽ സ്വന്തം അങ്ങ് ചൊല്ലിയാൽ മതി യാ നാഫിയോ എന്ന്. അങ്ങനെ